അപ്പോൾ ഇതാണ് എൻ്റെ നാട്ടിൽ ചാമുണ്ടീശ്വരി ക്ഷേത്രം. ഇപ്പോൾ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി ചാമുണ്ടിയാണ്. പിന്നെ വിഷ്ണുമൂർത്തിയുണ്ട്, ഗുളികയുണ്ട്. പിന്നെ പുറത്ത് മാപ്പിള സ്ഥാനമുണ്ട്. പിന്നെ 3 തെയ്യങ്ങളെ കിട്ടിയായിരുന്നു. ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികനാണ് കിട്ടിയായിരുന്നത്. ഇതൊരു പഴയ കാഞ്ഞിര മരമാണ്. ഇതിൻ്റെ അടിയിലാണ് ഗുളികൻ്റെ സ്ഥാനം. നമ്മളെ കാവിൽ മരങ്ങൾ വളരെ കുറവാണ്. ഞാൻ കുറച്ച് മുളയുടെ തയ്യാണ് വന്നത് നടാൻ വേണ്ടിയിട്ട്. മരത്തിൻ്റെ തൈ കിട്ടിയില്ല. അപ്പോൾ ഞാനും ബിജേട്ടനും കുഞ്ഞിഷ്ടാട്ടലിനും ഇടാം. അപ്പോൾ നമുക്ക് നട്ടു നോക്കാം. നമുക്ക് അതിൻ്റെ പേര് തലോടയ്ക്കോ വേണ്ട, അത് ശരിക്കും മണ്ണിലേക്ക് പോയിട്ട് സാമിയം നട്ടോണ് ഒന്നട്ടോ. മോളോട്ട് സ്ഥലമുണ്ട്. സാമിയം ഒന്നാൾ വെച്ചിട്ടോ, സാമിയം വെച്ചിട്ട് ഉച്ചം കൊടുക്കാം. വേറെല്ലാം ഉണ്ട്. അങ്ങാടെ നട്ടോ, ആടെ നട്ടോ. ആടെ നട്ടോ, ആടെ ഞാൻ മുള്ളിനെടുക്കും. ആടെ അത്ര വേണ്ട, അത്ര ഉള്ളേ. ഒന്നാടെ കേട്ടോ. അങ്ങോട്ട് അടുപ്പിക്കല്ല അത്. അടച്ചോ ശരിക്കും മൂടിക്കോ. അങ്ങനെ നമ്മളെ കാവിലേക്ക് നല്ല തണൽ വരാൻ വേണ്ടിയിട്ട് ഞാനും ഒരു മുളത്തൈ നടാം. നട്ട മുളത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ വേണ്ടി രാജേട്ടൻ ഒരു പാൻറ്റ് കുറച്ച് വെള്ളം എടുത്തിരുന്നുണ്ട്. അപ്പം നട്ട മുളക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. നട്ട നനക്കണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എല്ലാത്തിനും വെച്ചോ. അങ്ങനെ മുളയുടെ തൈയെല്ലാം നട്ട് കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം കുറച്ച് മരത്തിൻ്റെ തൈ വെച്ച് പിടിപ്പിക്കാം. നമുക്ക് 10 മരങ്ങളുണ്ടെങ്കിൽ ഒരു കാവായിട്ട് മാറും. അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.